Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റിന്റെ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഉള്ള വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെമോ റൊട്ടേഷൻ ചാർട്ട് റെഡിയാക്കാൻ തരാമെന്ന് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. വേരിയസ് LGSുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പറയുന്നു ഡെമോ റൊട്ടേഷൻ ചാർട്ട് വേണമെന്ന്. ഓക്കെ, നമുക്കൊരു വേക്കൻസി ഇല്ലാതെ എങ്ങനെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടും എന്നെനിക്ക് അത് ഇടുന്നത് പ്രാക്ടിക്കൽ ആകുന്നത് എന്നെനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ കേരള ബാങ്ക് OAക്ക് ഏകദേശം 145ഓളം വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടത്. അപ്പോൾ വേരിയസ് LGSന് പല ജില്ലയിലും വേക്കൻസി ആഡായിട്ടില്ല. കുറച്ച് കയ്യിലുള്ളാവുന്ന വേക്കൻസി മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഒരു 100 വേക്കൻസി വരികയാണെങ്കിൽ എങ്ങനെ ചാർട്ട് വരും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ റാങ്ക് ലിസ്റ്റ് ഫുള്ള് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടണോ? എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, അത് കറക്റ്റ് ആവില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാച്ച്മാൻ പോസ്റ്റ് അങ്ങനെയുള്ള മെയിലിൽ മാത്രം പോകുന്ന പോസ്റ്റുകൾ വരുമ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. വേക്കൻസിക്ക് അനുസരിച്ച് മാത്രം ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടാൽ മാത്രമേ ഏകദേശം ഒരു 50% കറക്റ്റ് ആവാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ ഇടുന്ന ഡെമോ റൊട്ടേഷൻ ചാർട്ടെല്ലാം ഏകദേശം ഒരു 50-55% കൂടുതൽ കറക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് വേരിയസ് LGSന്റെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡെമോ റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഡൗട്ട് ചോദിച്ചത്. എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു 100 വേക്കൻസിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റൊട്ടേഷൻ വരും? അതോ റാങ്ക് ലിസ്റ്റ് ഫുള്ള് എടുത്തിടണോ? റാങ്ക് ലിസ്റ്റ് ഫുൾ ഇടണമെന്നുണ്ടെങ്കിൽ 14 ജില്ലയിൽ ഇടണമെന്നുണ്ടെങ്കിൽ നല്ല ടാസ്ക്കാണ്. അപ്പോൾ അത്രയും സമയം എനിക്ക് തരണം. അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ 1000 അടുപ്പിച്ചൊക്കെ ലിസ്റ്റ് ഉണ്ട്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് വരുമ്പോഴത്തേന് അത്രത്തോളം സമയം പോകും. അപ്പോൾ സമയം പോകുന്നതിനും ബുദ്ധിമുട്ടില്ല, പക്ഷേ അത് കറക്റ്റ് ആവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേക്കൻസിയുടെ കാര്യം വരുമ്പോഴും അത് വ്യത്യാസം സംഭവിക്കും. ഇപ്പോൾ LGS ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. വേറെ ഏതെങ്കിലും പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് എടുത്തിട്ടങ്ങ് പോകാം. പക്ഷേ ഇതാകുമ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെയിലിന് പോകുന്ന കുറച്ച് വേക്കൻസി ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ വ്യത്യാസം വരും. നമുക്ക് വേക്കൻസി കണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, വാച്ച്മാൻ ആണോ അല്ലെങ്കിൽ OA ആണോ, അങ്ങനെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് LGS വരുമ്പോൾ നമുക്ക് ഡെമോ ചാർട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ചോദിക്കുന്ന സമയത്ത് ഞാനൊന്ന് റിപ്ലൈ തരാതിരിക്കുന്നത്. ഓക്കെ, വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കേരള ബാങ്ക് OAയുടെ വേക്കൻസി 145 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻസിക്കാണ് നമ്മൾ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേരിയസ് LGSന്റെ കാര്യം നിങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ഇട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? റാങ്ക് ലിസ്റ്റ് ഫുള്ളാണോ, അതോ ഒരു 100-150 വേക്കൻസിക്ക് വേണ്ടി ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടണോ? അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കേരള ബാങ്ക് OA ഓഫീസ് അറ്റൻഡന്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി നമ്പർ 65/2024. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആയത് 3/10/2025 ആണ്. ഓക്കെ, അപ്പം ഇനി 3 വർഷം, ഏകദേശം ഒരു 2/10/2028 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ 730 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 757 പേരും DAയിൽ 29 പേര്, അങ്ങനെ ടോട്ടൽ 1516 പേരാണ് ലിസ്റ്റിലുള്ളത്. 145 വേക്കൻസിയോളം നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ വേക്കൻസിയുടെ കാര്യം നമ്മൾ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത് പുതിയൊരു പോസ്റ്റ് ആയതുകൊണ്ട് MR നമ്പർ 1-1 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സീരിയൽ നമ്പർ 1 തന്നെയായിരിക്കും. വേക്കൻസിയുടെ അതേ സീരിയൽ നമ്പർ ആയിരിക്കും. കാരണം NJDO അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സീരിയൽ നമ്പർ ആ ഓർഡറിലായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾ പരിചയപ്പെടുത്താൻ നോക്കി. ഫസ്റ്റ് കോളം സീരിയൽ നമ്പർ, അത് 1, 2 എന്ന് പോകുന്നത്, അത് വേക്കൻസിയും അത് തന്നെയാണ്. ഓക്കെ, MR നമ്പർ തൊട്ടടുത്ത കോളം, നെക്സ്റ്റ് പേര്, റാങ്ക്, പേര്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സീരിയൽ നമ്പർ വേക്കൻസി 1 തന്നെയാണ്. സീരിയൽ നമ്പർ 1, അത് സീരിയൽ നമ്പർ 1 പോകുന്നത് DALVക്കാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ DALV ആള് അതിനകത്ത് കയറി പോകും. ഓക്കെ, അപ്പം രണ്ടാമത്തെ വേക്കൻസി വരുന്നത് MR നമ്പർ 1-1, ഒന്നാമത്തെ റാങ്കുകാരന്, അത് ഒന്നാമത്തെ റാങ്കുകാരൻ തന്നെ കയറി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് 145 വേക്കൻസിക്കാണ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നും എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 145 വേക്കൻസിയാണ് നിലവിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. 145 വേക്കൻസിക്ക് ചാർട്ട് ഇടുമ്പോഴേ OC ഏകദേശം 109ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 109. ഓക്കെ, EWS ഏകദേശം 132ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് EBT ഏകദേശം 118ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. SSC റാങ്ക് 326ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ST സപ്ലിമെന്റ് ലിസ്റ്റ് 2 പോകാനുള്ള ചാൻസ് ഉണ്ട്. മുസ്ലിം 113ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 594 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. OBC 108ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. വിശ്വകർമ്മ 99ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. SIUC നാടാർ 510ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹിന്ദു നാടാർ 95ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. SSC/CC സപ്ലിമെന്റ് ലിസ്റ്റ് 2ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ധീവര 254ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. DAയിൽ LV ലിസ്റ്റ് 2, HI 2, LDCP 1, MD 1. MD ഇതിനകത്ത് വേക്കൻസി വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസി വരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇത് പുതിയൊരു അഡ്വൈസ് ചാർട്ട് തുടങ്ങിയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ 76ാമത്തെ സീരിയൽ നമ്പർ അവർക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പെൻഡിങ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഏകദേശം
145 വേക്കൻസിക്ക് അഡ്വൈസ് വരുമ്പോൾ ഡെമോ ഏകദേശം ഇതുപോലെയൊക്കെ വരാനാണ് സാധ്യതയാണ് പറയുന്നത്. ഓക്കെ, അതാണ് ചാർട്ടിൻ്റെ കാര്യം. ഇനി അതിനകത്ത് DA സീരിയൽ നമ്പർ 1 DA ആണ്, 26 DA ആണ്. അതിനെ റെഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഫയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് PDF ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം